Hello friends, welcome back to our channel Sonia's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റൈസ് കൊണ്ടാട്ടത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ റൈസ് കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. മട്ട റൈസ് ആണ്. ഞങ്ങൾ സാധാരണ മട്ട റൈസ് വെച്ചാണ് ഇവിടെ ചോറ് വെക്കാറ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മട്ട റൈസിന്റെ ചോറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ റൈസ് കൊണ്ടാട്ടത്തിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയ ഒരു റെസിപ്പി ആയിരുന്നു ഇത്. എന്തായാലും ഓർമ്മിപ്പിച്ചതിന് പ്രത്യേകം താങ്ക്സ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ റൈസ് എടുക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് തലേദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസം ഉള്ള ചോറാണ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് നല്ലത്. കാരണം നമ്മൾ തലേദിവസത്തെ ചോറൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാം ഒരു ചെറിയൊരു പുളിരസം ഉണ്ടാകും നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു പുളിരസം കൂടി ഉള്ളപ്പോഴാണ്, ചെറുതായിട്ടൊരു പുളിരസം ഉള്ളതാണ്, അങ്ങനെയുള്ള ചോറാകുമ്പോഴത്തേക്കും അതിന് കൂടുതൽ ടേസ്റ്റാണ്. അപ്പം ഇന്ന് വെക്കുന്ന ചോറ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിലും നല്ലത് നമ്മൾ തലേദിവസത്തെ ചോറോ അല്ലെങ്കിൽ അങ്ങനെ 2 ദിവസമായിട്ടുള്ള ചോറാണ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വേണം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. ഞാനങ്ങനെ കഴുകി ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചതാണ്. ഇതിപ്പോൾ ഇന്നലത്തെ ചോറാണ്. മിക്ക വീടുകളിലും നമുക്ക് സാധാരണ ചോറൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്താഴം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചോറ് മിച്ചം ഉണ്ടാവും. അപ്പോൾ ആ കുറച്ച് ചോറ് കൊണ്ട് അത് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഇതുപോലെ റൈസ് കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കൊരു ചായയുടെ കൂടെ ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ അത് കഴിക്കാനായിട്ട് പറ്റും. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വൈറ്റ് റൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ അങ്ങ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 1 കപ്പ് റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. ചെറിയൊരു സ്പൈസിക്ക് വേണ്ടിയാണ് നമ്മളങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ആ ചോറിൻ്റെ നനവ് കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ റൈസൊക്കെ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം, എങ്കിലേ അത് നന്നായിട്ട് അരഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നുള്ള് എള്ള് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. കറുത്ത എള്ള്, ഒരുപാടൊന്നും ഇടണ്ട, ഒരു നുള്ള്. അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകവും കൂടി ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സേവനാഴിയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളതിന് ഒരു ഹോളേ കാണത്തുള്ളൂ. അപ്പോൾ ഞാനിതിന് 3 ഹോളുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം ഒന്ന് എണ്ണ തൂത്ത് കൊടുക്കാം. ചിലപ്പം വൈറ്റ് റൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കയ്യിലെടുക്കാൻ തന്നെ പറ്റത്തില്ല, ഭയങ്കര ഒട്ടലായിരിക്കും. അപ്പോൾ ഇതിനി ഒന്ന് അടച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഉണങ്ങാൻ വെക്കാനായിട്ട്. കാരണം സ്റ്റീൽ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂട് തട്ടി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു സ്റ്റീൽ പാത്രമാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ നല്ലതായിട്ട് ചൂട് നിൽക്കും വെയിലത്ത് വെക്കുമ്പോൾ. പിന്നെ വെയിലത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ഷീറ്റ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലൊക്കെ വെച്ച് ഉണങ്ങാൻ ഇടുമ്പോഴേക്കും ആ പ്ലാസ്റ്റിക് കൂടി അതിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഈ സേവനാഴിയിൽ നിന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ആയതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയിടാനായിട്ട്. ഇങ്ങനെ വെയിലത്ത് വെച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും രാവിലെ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 ദിവസത്തെ നല്ല വെയിൽ കൊള്ളുമ്പോഴത്തേക്കും അത് ഉണങ്ങി കിട്ടും. അപ്പം ഞാനിത് വെയിലത്തോട്ട് കൊണ്ട് വെക്കുകയാണ്. കണ്ടോ, 2 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പം ഞാനൊരു പാനിലേക്ക് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കോരണം. നമ്മൾ കൂടുതൽ സമയം ഇട്ടാൽ അത് കരിഞ്ഞു പോകും. കാരണം നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന ആയതുകൊണ്ട്, പിന്നെ റൈസും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ പെട്ടെന്നായി വരും. അപ്പം നമ്മുടെ റൈസ് കൊണ്ടാട്ടം തയ്യാറായി. ഞാനിത് എണ്ണയിൽ നിന്നും കോരി എടുക്കുകയാണ്. അപ്പോൾ മിച്ചം വരുന്ന റൈസ് കൊണ്ട് നമ്മൾ ഇത്രയും കൊണ്ടാട്ടം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാറുള്ള മുറുക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കൊണ്ടാട്ടത്തിനും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.